നമുക്കൊക്കെ പലപ്പോഴും ജീവിത പാഠങ്ങൾ ലഭിക്കുന്നത് ഓരോ വ്യത്യസ്ത സമയങ്ങളിലാണ്. ഒരാൾ എത്ര സ്നേഹമുള്ള ആളാണെങ്കിലും ദയ ഉള്ള ആളാണെങ്കിലും ആ ആളിൻ്റെ പെരുമാറ്റം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ഒരാൾ എത്ര കോപിഷ്ഠനും ദുഷ്ടനും ക്രൂരനുമാണെങ്കിലും അയാളുടെയും എപ്പോഴുമുള്ള സ്വഭാവവും പെരുമാറ്റവും ഒരുപോലെ ആയിരിക്കില്ല. ഈ ലേഖനത്തിൽ നിന്നും അപ്പോസ്തലൻ പൗലോസ് പഠിപ്പിച്ച ഒരു പാഠം നിങ്ങളെ ഓർപ്പിക്കാം. അധ്യായം 32 വാക്യം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിയും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ഇതിനകത്ത് ക്ഷമിക്കുക എന്ന കാര്യത്തെക്കുറിച്ചല്ല കൂടുതൽ ഞാൻ ഊന്നൽ കൊടുക്കുന്നത്. മനുഷ്യൻ അന്യോന്യം മൃഗങ്ങൾ കടിച്ചു കീറുന്നത് പോലെയാണല്ലോ കടിച്ചു കീറുന്നത്. അപ്പനും മക്കളും ഭാര്യയും ഭർത്താവും അമ്മയും മക്കളും ബന്ധങ്ങൾക്കൊന്നും യാതൊരു വിലയില്ലാത്ത നിലയിലാണ് മനുഷ്യൻ ക്രൂരത കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തെളിവ് നമ്മുടെ ശീലമാക്കിയാൽ നമുക്കൊരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യാൻ കഴിയും. ഒരു വീട്ടിൽ ഒരു പച്ചക്കറി വിൽപ്പനക്കാരി വന്നു. അവരുടെ കയ്യിൽ കുറെ ചീരയുണ്ട് വിൽപ്പനയ്ക്ക്. വീട്ടമ്മ ആ കച്ചവടക്കാരിയുമായിട്ട് കുറേ നേരം വില പേശിക്കഴിഞ്ഞ് ഒടുവിൽ കച്ചവടം ഉറയ്ക്കാതെ വന്നപ്പോൾ ആ വന്ന സാധു സ്ത്രീ കുട്ടയും ചുമന്ന് മടങ്ങിപ്പോയി. കുറേ ദൂരം പോയി കഴിഞ്ഞിട്ട് തിരികെ വന്നിട്ട് ഈ വീട്ടമ്മയോട് പറഞ്ഞു, അമ്മ പറഞ്ഞ വിലയ്ക്ക് ഞാൻ തന്നേക്കാം. അങ്ങനെ വില കൊടുത്ത് സാധനം വാങ്ങുന്ന കൂട്ടത്തിൽ ഈ വീട്ടമ്മ ആ സാധു സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ വല്ലതും ഭക്ഷിച്ചോ, വല്ലതും കഴിച്ചായിരുന്നോ രാവിലെ? അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, ഇത് വിറ്റിട്ട് വേണം ഞാൻ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും സാധനം വാങ്ങി വീട്ടിലുള്ളവർക്കും കൂടെ കൊടുക്കുവാൻ. ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഉപജീവന ഉപാധി എന്ന് പറയുന്നത്. അവർ വേഗം അകത്തുപോയി അവർക്ക് വയറു നിറയെ ആഹാരം കൊടുത്തു. കുറേ ആഹാരം എന്ന മകൻ അവർ പോയി കഴിഞ്ഞപ്പോൾ അമ്മയോട് ചോദിച്ചു, മമ്മി എന്താ അവരോട് ആ ചീര വാങ്ങാൻ ഇത്ര ഭയങ്കരമായിട്ട് വില പേശിയിട്ട് ഒടുവിൽ അവർക്ക് ആഹാരം കൊടുക്കാൻ തീരുമാനിച്ചത്? അമ്മ മോനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, മോനെ, ചീര വ്യാപാരമാണ്, അത് ബിസിനസ്സാണ്. ബിസിനസ്സിൻ്റെ ലക്ഷ്യം ലാഭമാണ്. എന്നാൽ ഒട്ടിയ വയറ് കാണുമ്പോൾ നമ്മുടെ മനസ്സലിഞ്ഞില്ലെങ്കിൽ എത്ര ഞാൻ അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്താലും അവർ പറയുന്ന വിലയ്ക്ക് തന്നെ വാങ്ങിച്ചാലും അതിനർത്ഥമൊന്നുമില്ല. എല്ലാവരുടെ കണ്ണ് നനയുന്നതും അവരുടെ ആ ദയനീയമായ അവസ്ഥയും കണ്ട് അവർക്ക് സാന്ത്വനമേകണം. സർവേശ്വരൻ അതിനെല്ലാവർക്കും സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഞങ്ങൾ തമ്മിൽ മനസ്സിലുള്ളവരായി ജീവിപ്പാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. Thank you for watching. God bless you.